ഹായ് ഹലോ. കേക്കിൻ്റെ ABCD പോലും അറിയാത്ത ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കി. എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേക്ക്. അപ്പോൾ അവൾക്കത് ഉണ്ടാക്കി കൊടുക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തത് പിസ്ത കേക്കാണ് കേട്ടോ. യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം റെഫറൻസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. ഞാൻ എന്തായാലും ഉണ്ടാക്കിയ രീതി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരു ബൗളിൽ 1 കപ്പ് മൈദ നമുക്കിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3-4 പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ തരികളൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അരിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അവനൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. അതിനായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. വെള്ളമൊന്നും ഉണ്ടാകരുത്. അതിലോട്ട് നമുക്ക് 4 മുട്ട പൊട്ടിച്ചിട്ടിട്ട് കോഴിമുട്ട അരിക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പത വരുന്ന അത്രയും രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഏകദേശം 2 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. നമ്മളിത് ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്, കുറവുണ്ടും വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടിരുന്നു. ഇനി അത് ഏകദേശം സെറ്റായ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തു. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്ത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ഇച്ചിരിയൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് എഗ് ബാറ്ററിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സില്ലേ, അതൊന്ന് ഇച്ചിരിയൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പരുവത്തിന് അങ്ങ് എടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇച്ചിരി കട്ടിയായി പോയതുകൊണ്ട് നമുക്കിത് പാൽ മിക്സ് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ പാലും 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് അതിനോടൊപ്പം നമ്മുടെ പിസ്തയുടെ എസൻസ് അതും കൂടെ ഒരു 7 ഡ്രോപ്സ് ആഡ് ചെയ്യുക. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് കൈ പോരാൻ ചാൻസ്. അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ അകത്തോട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ടൊന്ന് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഇളക്കുക. അപ്പോൾ എന്തായാലും ഏകദേശം സെറ്റായ സ്ഥിതിക്ക് ഞാൻ നേരത്തെ തന്നെ ബട്ടർ പേപ്പർ കൊണ്ടുപോയി നമ്മുടെ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കേക്ക് ബേക്ക് ചെയ്യാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട ഒരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ് വരെ നോക്കി കേക്ക് ആയി വന്നു. പക്ഷേ എനിക്ക് അത്ര നേരമായിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്ത് ഒരു 45 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായി. അങ്ങനെ ആ ഒരു ഫസ്റ്റ് കടമ്പ കഴിഞ്ഞു. കേക്കിൻ്റെ ആ ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനതൊന്ന് 2ആക്കി മാറ്റി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റാക്കിയെടുക്കാം. അതിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ വേണം. വെള്ളമൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു തിക്ക് ഫോം ആകുന്നത് വരെ ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ, ആകെ 2 ലെയറേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ഫസ്റ്റ് ലെയർ ഞാൻ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ പുറമേ ആയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തു. ഞാൻ ഓവറായിട്ട് ഇതിൽ മധുരം ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്തയും കൂടെ അങ്ങോട്ട് ഗാർണിഷ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇടയ്ക്ക് വന്ന് തിരക്കാറുണ്ട് കേട്ടോ അച്ഛനും മോനും, എന്തെങ്കിലുമൊക്കെ ആവുമോ, ഇന്നെങ്ങാനും കഴിക്കാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫൈനൽ ലെയറും കൂടെ സെറ്റായി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കേക്ക് തരാമെന്ന് പറഞ്ഞ് അവരെ സന്തോഷമാക്കി വിട്ടു. അങ്ങനെ ഫസ്റ്റ് ലെയറും വെച്ചു, സെക്കൻഡ് ലെയറും വെച്ചു, കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചു. അങ്ങ് കേക്ക് സെറ്റാക്കിയപ്പോഴാണ് ഓർത്തത് നമുക്ക് അലങ്കാരപ്പണികളൊക്കെ വേണ്ടല്ലോ എന്ന്. അങ്ങനെ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂവൊക്കെ വെച്ചിട്ട് അറിയാവുന്ന വിധത്തിൽ ചെയ്തു കേട്ടോ. അങ്ങനെ കേക്ക് 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇരുന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ മുഖത്ത് എൻ്റെ മോൾ ഇത്രയും വലിയൊരു ഷെഫായോ എന്നുള്ള സന്തോഷവും, കെട്ടിയവൻ്റെ മുഖത്ത് എൻ്റെ 500 രൂപ വെള്ളത്തിൽ പോയില്ലെന്നുള്ള സന്തോഷവും, ഭാനുവിൻ്റെ മുഖത്ത് ആ കേക്ക് പുതിയത് ഫുള്ളും കഴിക്കാമല്ലോ എന്നും കുഞ്ഞിയാണെങ്കിൽ അത്ഭുതപ്പെട്ടു ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും പേരെ അങ്ങ് അത്ഭുതപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനിയും ഒരു കേക്ക് എന്തായാലും പുറകെ വരുന്നു. അപ്പോൾ എൻ്റെ ഈ കേക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് വിട്ടേരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുവരേക്കും ടേക്ക് കെയർ, ബൈ.